അസ്സലാമു അലൈക്കും. സാബിറ ബ്ലോഗിലേക്ക് സ്വാഗതം. ഞാൻ സാബിറ. എൻ്റെ എല്ലാ മുത്തുമണികൾക്കും സുഖമല്ലേ? സാബിത്താക്കും സുഖം തന്നെ. സാബിത്ത ഇത് പോൽച്ചൊക്കെ ഇപ്പോൾ 4 മണിക്ക് ഉറക്ക് തെളിഞ്ഞേക്ക്. ഉറക്ക് തെളിഞ്ഞല്ല, ഉറക്ക് തെളിയിപ്പിച്ച. അങ്ങനെ എന്തിനാന്ന് നിങ്ങൾ ചോദിക്കൂ. മുടി ഇങ്ങനെ ആക്കുവാനൊന്നല്ല എണീച്ച. ഞങ്ങൾ മെഡിക്കൽ കോളേജിലേക്ക് പോവുകയാണ്. അതെന്തിനാണ് പോകുന്നത്, ഏതിനാണ് പോകുന്നതെന്നൊക്കെ നിങ്ങൾക്ക് വീഡിയോസ് കാണിച്ചു തരാം. അത് പെട്ടെന്ന് ഒന്ന് ഫോണ് കട്ടാക്കണ്ടുണ്ടായിരുന്നു, അങ്ങനെ കട്ടാക്കിയതാണ്. പിന്നെ ഇതാ കുഞ്ഞിനെ രാവിലെ തന്നെ വിളിച്ചിട്ടുണ്ട്. അത് റസ്കും ചായ കുടിക്കുകയാണ്. എന്നിട്ട് വേണം ഞങ്ങൾക്ക് പോകണമെങ്കിൽ. എവിടത്തേക്കാണ് പോകുന്നത് പറഞ്ഞില്ലേ? മെഡിക്കൽ കോളേജിലേക്ക്. പിന്നെ അങ്ങനെ ഞങ്ങളെ ഇവിടുന്ന് പള്ളിക്കാട്ടുന്ന മെഡിക്കൽ കോളേജിലേക്ക് ബസ്സുണ്ട്. അത് 6 മണിക്കെല്ലാം ഉണ്ട് ബസ്. അതങ്ങാ പോയിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ വടകര പുതിയ ബസ് സ്റ്റാൻഡിൽ പോയി അവിടുന്ന് മെഡിക്കൽ കോളേജിലേക്ക് തന്നെ ബസ്സുണ്ട്. ഞങ്ങളെ റൂട്ടിന് എല്ലാം കൊണ്ടും സൗകര്യമാണ്. മാനന്തവാടിയിലേക്ക് ഞങ്ങളെ ഇവിടുന്ന് ബസ്സുണ്ട്, കോഴിക്കോടേക്ക് ബസ്സുണ്ട്, തലശ്ശേരിക്ക് ബസ്സുണ്ട്. അതെല്ലാം ഓരോ സമയം വെച്ചിട്ട് എല്ലാണ്ട് ഞങ്ങളെ വടകരയിൽ നിന്ന് ഇങ്ങോട്ടേക്ക് ഒരുപാട് കക്കട്ട്, കല്ലാച്ചി, നാദാപുരം, മറ്റേ തൂണേരി, ഇങ്ങനെല്ലാം പോകുന്ന ബസ്സെല്ലാം ഞങ്ങൾ ഇങ്ങോട്ടേക്കുള്ള ബസ്സാണ്. ഇൻഷാ അല്ലാഹ് ഞാനിങ്ങനെ ബസ്സെല്ലാം ഇട്ട് നിന്നിട്ടുണ്ട്. ഷൂവെല്ലാം ചവിട്ടണം. അവനായിരുന്നു കുടിക്കുന്നുണ്ട്. പിന്നെ അവരെല്ലാം ഇങ്ങനെ കിടന്നിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് പിന്നെ നാളെ ഇനി കീയട്ടെ കഴിഞ്ഞിട്ട്. നല്ല ഇരുടാണ് ആണല്ലേ, പുറത്ത് നല്ല ഇരുടാണ്. ഈ ലൈറ്റിൻ്റെ വെളിച്ചങ്ങൾ കാണുന്നത്. ഒക്കെ കഴിഞ്ഞ് ഒരുങ്ങിയിട്ട് പോകുമ്പോൾ പറയാം എവിടെയാണ് എന്തിനാണ് പോകുന്നതെന്ന് പറഞ്ഞുതരാം. അങ്ങനെ പോകാൻ വേണ്ടി റോഡ് മേലെ ഇറങ്ങിയിട്ടുണ്ട്. ആരുന്നുണ്ട് ഓട്ടോഷൻ്റെ കെട്ട് കഴിക്കും. ഓട്ടോഷൻ്റെ കെട്ട് കഴിക്കുന്നുണ്ടായിരുന്നു. വടകര വരെ ഓട്ടോഷയിൽ പോകും. ആൾ പറഞ്ഞേക്ക് ഇവിടുന്ന് അങ്ങ് പോകും. ഷുറൂക്ക പറഞ്ഞു വേണ്ട 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 ബടേര ഇറക്കിത്തരാം, ബടേര ഇറക്കിത്തരാം. അങ്ങനെ ആൾ ബടേര കെട്ട് കഴിക്കുന്നു. വണ്ടി വരും. ഞാൻ എന്തിനാ പോകുന്നതെന്ന് പറഞ്ഞുതരാം കേട്ടോ. നേരെ ഒരുപാടായിപ്പോയി. ഇവിടുന്ന് ബസ്സിന് അങ്ങ് പോവാം. ഓട്ടോറിക്ഷയിൽ കൊണ്ടാക്കിത്തരാം പറഞ്ഞിട്ട്. ഇതാണ് ഞങ്ങളുടെ സ്കൂൾ ഇവിടെ പറിച്ച് വേറെ എടുക്കണം. സ്കൂൾ അവിടെ ഉണ്ടേ, വലിയതല്ല. ഇതാണ് ഞങ്ങളെ വീട്. ഞങ്ങളെ വീടാണ്. നല്ല മഴവില്ല് പോലത്തെ വീട്. ഓട്ടോസിനെ കെട്ട് കഴിക്കും. ഞങ്ങൾ പോകുന്നതെല്ലാം പറഞ്ഞുതരാം നിങ്ങളോട് കേട്ടോ. എന്തിനാ പോകുന്നത്? മെഡിക്കൽ കോളേജിലേക്കാണ്. എന്തിനാ പോകുന്നത് പറഞ്ഞുതരാം. ഓട്ടോറിക്ഷ ലൈറ്റെല്ലാം ഇട്ട് ഓട്ടോറിക്ഷ ലൈറ്റെല്ലാം ഇട്ട് കയറട്ടെ. വരും.
നമ്മളെ CM. അങ്ങനെ വടകര പഴയ സ്റ്റാൻഡെത്തി. വടകര പഴയ സ്റ്റാൻഡ് കാത്തിരിക്കുന്നുണ്ടാണ്. രാവിലെ തന്നെ ആയതുകൊണ്ട് കടകളൊന്നും തുറന്നിട്ടില്ല. ഇതാണ് വടകര പഴയ സ്റ്റാൻഡ്. പുതിയ സ്റ്റാൻഡിലാണ് പോകരുത്. കോഴിക്കോട് ബസ്. അങ്ങനെ പുതിയ സ്റ്റാൻഡിലെത്തി. ഓട്ടോ ഇറങ്ങി. ഇനി മെഡിക്കൽ കോളേജിലെ ബസ് നോക്കണം അല്ലേ? ഒരുപാട് ആൾക്കാർ. അങ്ങനെ കോഴിക്കോട് സ്റ്റാൻഡിലെത്തി. കോഴിക്കോട് സ്റ്റാൻഡിലെത്തി. കോഴിക്കോട് സ്റ്റാൻഡിലെ ലിഫ്റ്റിലാണ്. അതൊന്നും തോന്നില്ല.
അങ്ങനെ മെഡിക്കൽ കോളേജിലെത്തി. മെഡിക്കൽ കോളേജിലെത്തി. നേരം 9:30 ആയി. നേരം കഴിയും. ആ വിശക്കുന്ന നമ്മൾ കുടിക്കാം. നമുക്ക് തിന്നതിന് നേരെ ഇല്ലടാ. നമ്മളൊന്നാണ് ഷീട്ടെല്ലാം എടുക്കുക. നീ ഷീട്ട് എടുക്കുന്ന എന്നാ ഇങ്ങടുത്ത ഷീട്ട് എടുക്കാൻ പോയി. അത് മക്കൾക്ക് എന്തെങ്കിലും മായി കൊടുക്കട്ടെ. വിശക്ക് മക്കളൊന്നും തിന്നിട്ടില്ല. എന്താ വേണ്ടി നമുക്കൊന്ന് ചായ പിടിക്കാലോ. അത് നോമ്പിൻ്റെ മുന്നേ ഇങ്ങ് പോന്നതാ. നോമ്പിൻ്റെ ഡേറ്റ് കിട്ടിയത് ഞങ്ങൾക്ക്. ഡേറ്റ് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞുതരാം നിങ്ങൾക്ക്. ഇവിടെ നിൽക്ക്, ചായ കുടിക്കട്ടെ. ചായപ്പൊടി ഷീട്ട് എടുക്കാൻ പോയി. അത് മക്കൾക്ക് എന്തെങ്കിലും മായി കൊടുക്കട്ടെ. വിശക്ക് മക്കളൊന്നും തിന്നിട്ടില്ല. എന്താ വേണ്ടി നമുക്കൊന്ന് ചായ പിടിക്കാലോ. അത് നോമ്പിൻ്റെ മുന്നേ ഇങ്ങ് പോന്നതാ. നോമ്പിൻ്റെ ഡേറ്റ് കിട്ടിയത് ഞങ്ങൾക്ക്. ഡേറ്റ് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞുതരാം നിങ്ങൾക്ക്. ഇവിടെ നിൽക്ക്, ചായ കുടിക്കട്ടെ. ചായപ്പൊടി ഞങ്ങളെപ്പം വന്നാലും ഇവിടുന്നാണ് കുടിക്കണ്ട. രാജ്യത്തൊരു പട്ടിപ്പൊടിയുണ്ട്. നല്ല വടയാണ്, നല്ല ഒഴിയുന്ന വടയാണ്. വലിയ മറക്കുന്നത് വലിയ ഹോട്ടൽക്കാരും വയ്യ ഓളെ വീട്ടിലെടുത്ത് കാണിച്ചിട്ട് വലിയ ഹോട്ടൽക്കാർ കുടിക്കും. അങ്ങനെ കോഴിക്കോട് നെയ്പ്പത്തിൽ ഭയങ്കര ഇഷ്ടമാണ്. ഇത്ര ടേസ്റ്റ് ഞങ്ങളെ വടകരയുള്ള ഹോട്ടലിലൊന്നും ഇല്ല. നല്ല ടേസ്റ്റാണ്. കാപ്പി വെച്ചിട്ടുണ്ട്, അങ്ങനെ കുടിക്കട്ടെ. ഓക്കെ, അങ്ങനെ ഞങ്ങൾ ചായ എല്ലാം കുടിച്ച്. മോളുണ്ടാടാ ഭയങ്കര വരിക, ഭയങ്കര. അങ്ങനെ ഓൺലൈനിൽ കൂടി ബുക്ക് ചെയ്തതുകൊണ്ട് മോള് വേഗം അങ്ങ് ഉള്ളിലെത്തിക്ക് അന്ന് ഷീട്ട് എടുക്കുന്നുണ്ട്. ഇത് ഭയങ്കര വരിക. ഇങ്ങോട്ടാടാ അപേക്ഷിച്ച് പിന്നെ അങ്ങനെ പോയി ഇങ്ങോട്ടാ. നമ്മൾ വന്നതെന്ന് പറഞ്ഞാൽ നിങ്ങളറിയല്ലേ മെഡിക്കൽ കോളേജിൽ എന്തിനാണ് വന്നതെന്ന്. നിങ്ങൾ പറയും ഉസ്താദിനെ പറഞ്ഞിട്ടാണ്, പരീക്ഷണമാണ്, ആനയാണ് ഗുരുവാണെന്നൊന്നും പറയണ്ട. ഈ കുട്ടിക്ക് ഒരു കണ്ണിനൊരു ചെറിയൊരു ക്രോസ് ഉണ്ടായിരുന്നു. ആ ക്രോസിന് ഞങ്ങളൊരു കൊല്ലം മുന്നേ ആ ക്രോസ് നേർക്കാക്കാൻ വേണ്ടിയിട്ട് ഓപ്പറേഷൻ ചെയ്തു. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയ ചെക്കപ്പ് ഇങ്ങനെ ഇടക്കിടക്ക് നടത്തണം. ആ ചെക്കപ്പിന് വേണ്ടി വന്നതാണ്. പിന്നെ ഇവർ അങ്ങ് കണ്ണൂരുള്ള വലിയ കണ്ണൂർ ആശുപത്രിയിൽ കാണിച്ചതാണ്. ഞാൻ പറഞ്ഞു അവിടെയൊന്നും പോയി പൈസ ഒന്നും ചിലവാക്കണ്ട, മെഡിക്കൽ കോളേജ് നല്ലതാണ്, മെഡിക്കൽ കോളേജിൽ ചെയ്യാമെന്ന് പറഞ്ഞ് ഞാൻ കൂട്ടിക്കൊണ്ടുവന്നതാ ഇങ്ങോട്ട്. അപ്പോൾ ഇതായില്ല. ഇപ്പോൾ കണ്ണെല്ലാം ലെവലായിക്ക് മാഷാ അല്ലാ. അങ്ങനെ പിന്നെ അവർക്ക് പോയി അങ്ങനെ ചെക്കപ്പിന് വന്നതാണ്. ഓൺലൈനിൽ കൂടി ബുക്ക് ചെയ്തതുകൊണ്ട് നമുക്ക് വേഗം കഴിഞ്ഞില്ല. ഇല്ലെങ്കിൽ ഭയങ്കര തിങ്കളാഴ്ച ആണല്ലോ, ഭയങ്കര ബരിയാണ്. 4-5 ചുറ്റ് ബരിയ. മെഡിക്കൽ കോളേജിൻ്റെ അവസ്ഥ നിങ്ങൾക്ക് അറിഞ്ഞൂടെ. ഇപ്പോൾ നിങ്ങൾ വരുന്നതല്ല, ഓൺലൈനിൽ കൂടി ബുക്ക് ചെയ്തിട്ട് വന്നോ, വേഗം കഴിയും. പിന്നെ ഇനിയിപ്പോൾ നോമ്പായതുകൊണ്ടാണ് ഞങ്ങൾ വേഗം 3-4 ദിവസം കൂടി ഉണ്ട്, ഒരാഴ്ചയും കൂടി ഉണ്ട് കാണിക്കേണ്ട ഡേറ്റ്. പക്ഷേ ഒരാളിൽ മുന്നേ വന്നത് നോമ്പായാലും നമുക്കിപ്പം വരാൻ പറ്റൂലല്ലോ. ഓക്കെ, ഇവിടെ അല്ല ഇനി ആൾ വന്നു. ഓക്കെ, അടി ഉണ്ടാക്കുന്നത് അടി ഉണ്ടാക്കരുത്. അവനെന്തിനാ അവിടെ ഇരിക്കുന്നവൻ അങ്ങോട്ട് ഇരുന്നു പറഞ്ഞിട്ട് അടി ഉണ്ടാക്കുന്നത്. അത് പറഞ്ഞു അതാ പോലല്ലോ കൂട്ടാക്കും. ഇവിടെ ഇരുന്നതാണ്. ഇവിടുന്ന് ഇപ്പം ടോക്കൺ വിളിക്കും. കുറേ ആൾക്കാരെല്ലാം ഉണ്ട്. ഓക്കെ, ഹലോ, മെഡിക്കൽ കോളേജിലാണ് ഞാനുള്ളത്. ഹലോ, ഫുള്ളായി കാണാറുള്ള ഹലോ. മുളങ്ങൊന്ന് കാണിക്കും, ആ കുട്ടീനെ കാണിക്കും. ഞാളം നേരം ഇവിടെ വന്നു. ഈ കുട്ടി അങ്ങ് മേലെ സമ്മതിക്കുന്നേ ഇല്ല. സമ്മത കന്നഡ സമ്മതിക്കുക, കന്നഡ സമ്മതിക്കുക. ആ അങ്ങ് മേലെ നിൽക്കുന്നില്ല. ഓളെ നിൻ്റെ ബിൽഡിങ്ങിൻ്റെ ഇതിൻ്റെ
മേലെയാണ് കാണിക്കുന്നത്. അങ്ങനെ മേലെയാണ് കാണിക്കുന്നത്. അന്നേരം കുട്ടീനെ കൊണ്ട് ഞാൻ താഴെ വന്നിവിടെ ഇരുന്നു. കൊരക്കുന്നുണ്ട്. മേലെ നോക്കി വിളിക്കുന്നുണ്ട്. ഞാൻ മേലെ ഓക്കെ അധികം കാണിച്ചില്ല.